Good evening, everyone. So, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അക്കൗണ്ടിങ് ഏരിയയാണ്. ബേസിക്കലി മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഏരിയയാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാനേജ്മെന്റ് കൺസെപ്റ്റ്സ് ആണ് ഈ ഒരു അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഐ എം ഓഡിബിൾ, റൈറ്റ്? ഓഡിബിൾ ആണോ? Yes, sir. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ടോപ്പിക് ഈസ് ബേസിക് അക്കൗണ്ടിങ്. അതിൽ നമ്മൾ കൺസെപ്റ്റ്സ് ആൻഡ് പോസ്റ്റുലേറ്റ്സ്, കൺസർവേറ്റിസം പോലുള്ള കുറച്ച് കൺസെപ്റ്റുകളെ പറ്റി, കൺസർവേറ്റിസം അതേപോലുള്ള കുറച്ച് കൺവെൻഷൻസിനെ പറ്റിയും അതേപോലെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിനെ പറ്റിയും അക്കൗണ്ടിങ് സൈക്കിളിനെ പറ്റിയുമാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ് മി സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ്ങിന്റെ ഒരു ബേസിക് ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അക്കൗണ്ടിങ് ആസ് യു നോ, നമ്മളിപ്പോ ഫാക്കൽറ്റീസ് ആയിരിക്കാം, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അക്കൗണ്ടിങ് ഏരിയ പരിചയമുള്ള ആളുകളായിരിക്കാം. ഈവൻ ദോ നമ്മൾ ഈ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്യുമ്പോൾ ഏറ്റവും ബേസിക് ലെവലിൽ നിന്നായിരിക്കും നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു അപ്രോച്ചാണ് എപ്പോഴും നല്ലത്. ബിക്കോസ് നമ്മൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും. അതൊന്ന് തിരിച്ചു പിടിക്കാന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഏറ്റവും ബേസിക് കൺസെപ്റ്റുകളിൽ നിന്ന് തന്നെ നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത് കേട്ടോ. അപ്പൊ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. നമുക്കിതെല്ലാം അറിയാമെന്നുള്ളത് തോന്നുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചേക്കുക, അതിനുശേഷം അറ്റൻഡ് ചെയ്യും. സോ ഫസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ്ങിനെ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and event which are in part at least in a financial character and interpreting the result thereof. So ഇതിന്റെ ഡിഫറെന്റ് സ്റ്റേജുകൾ, അക്കൗണ്ടിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്ന ഡിഫറെന്റ് ആക്ടിവിറ്റീസിന്റെ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ തന്നെ ഈ ഒരു ഡെഫിനിഷൻ വഴി ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റേജ് ആയിട്ട് നോർമലി ചെയ്യുന്നത് എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷനെ നമ്മൾ ജേർണലിൽ പെടുത്തും. സോ ജേർണലൈസ് ചെയ്യുക എന്ന് പറയുന്നതാണ് റെക്കോർഡിങ്ങിന്റെ പാർട്ടായിട്ട് വരുന്നത്. ജേർണലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജേർണൽ എൻട്രീസിനെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. അതായത് ജേർണൽ എൻട്രീസ് ആയിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഓരോ എൻട്രീസിനെയും നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ക്ലാസിഫൈയിങ് കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ഓരോ ഇപ്പോ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ ഉണ്ടായിരുന്ന കസേര എവിടേക്ക് എടുത്തിട്ട് പോയേ? നിങ്ങൾ നോക്കണം, സൈലന്റ് ആക്കിയിട്ട് സംസാരിക്കുമ്പോൾ. സോറി. ഓക്കെ, ശരി, നോ ഇഷ്യൂസ്. സോ ഞാൻ പറഞ്ഞത് എന്താണ്? ആദ്യത്തെ കേസിൽ റെക്കോർഡിങ്, ദെൻ അതിനുശേഷം ക്ലാസിഫൈങ് ആൻഡ് ഫൈനലി സമ്മറൈസിങ്. ഈ ഡിഫറെന്റ് സ്റ്റേജുകളിലൂടെ അക്കൗണ്ടിങ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആദ്യം നമ്മൾ ജേർണലൈസ് ചെയ്യുന്നു, ദെൻ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു, അതിന്റെ ഒരു സമ്മറി എന്നുള്ള രീതിയിൽ വിൽ ക്രിയേറ്റ്. നമുക്ക് ട്രയൽ ബാലൻസ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാനും അതിനുശേഷം ഫൈനൽ റിസൾട്ട്സ് എന്താണെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിൽ ക്രിയേറ്റ് ഫൈനൽ അക്കൗണ്ട്സ്. അത് ആ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ആ ഒരു ഏരിയയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എനിവേ ഈ പറയുന്ന ആക്ടിവിറ്റീസ് എല്ലാം അക്കൗണ്ടിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഈ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നവയായിരിക്കണം. Then transactions and the events there which are in part at least of a financial character and interpreting the results thereof. ഈ കണ്ടെത്തുന്ന ഓരോ ട്രാൻസാക്ഷനും നമ്മൾ പറഞ്ഞതുപോലെ ഫിനാൻഷ്യൽ ക്യാരക്ടറിലുള്ളതായിരിക്കണം, മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാകണം. അതിനുശേഷം വിൽ ക്രിയേറ്റ് ഫൈനൽ അക്കൗണ്ട്സ് ഇൻ ഓർഡർ ടു ഡിഫൈൻ ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ഈ വർഷത്തെ പെർഫോമൻസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫൈനൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന വഴി വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെദർ വി ആർ മേക്കിംഗ് പ്രോഫിറ്റ്സ് ഓർ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, നമ്മൾ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇത്തരം ഫൈനൽ അക്കൗണ്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും സാധിക്കും. സോ ഇതെല്ലാം ചേരുന്നതാണ് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ വരുന്നതെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാപ്പിനെ പറ്റിയാണ്. എന്താണ് ഗ്യാപ്പ്? ഗ്യാപ്പ് സ്റ്റാൻഡ്സ് ഫോർ ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള പല മോഡേൺ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് പറയുമ്പോഴും ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും ഗ്യാപ്പാണ്. അതിൽ നിന്നുമാണ് മറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഇവോൾവ് ചെയ്തായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ IFRS ആയാലും ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആയാലും ഇവയെല്ലാം ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾസിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ പുതുതായിട്ട് പറയുന്നത്.
ഓക്കെ. സോ എന്താണ് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് റെഫേഴ്സ് ടു എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് that are widely recognized and accepted for financial reporting and preparation of financial statements. So നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാനും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. ഇവയാണ് ഗ്യാപ്പിന്റെ ഭാഗമായിട്ട് വരിക. ഇറ്റ് ഇൻക്ലൂഡ്സ് സർട്ടൻ കൺസെപ്റ്റ്സ്, അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട കുറെ കൺസെപ്റ്റുകൾ, അതേപോലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് പോസ്റ്റുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് ആയിട്ട് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത് വരുന്ന കുറെ പ്രിൻസിപ്പിൾസും കുറെ ഗൈഡ് ലൈൻസും ഒക്കെയാണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ സം സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഈസ് വൈഡ്ലി അക്സെപ്റ്റഡ് ഓൾ ഓവർ ദി ഗ്ലോബ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സർട്ടൻ സ്റ്റാൻഡേർഡ്സ് ആണ് ഗ്യാപ്പിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഗ്യാപ്പ് പ്രൊവൈഡ്സ് എ കോമൺ ഫ്രെയിംവർക്ക് for how companies should record and present their financial transactions, making it easier for investors, creditors, regulators, and other stakeholders to understand and compare financial information across different companies. So, എങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സും ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അതിന് വേണ്ടിയുള്ള കുറെ ഗൈഡ് ലൈൻസും, അതേപോലെ ഓരോ റിപ്പോർട്ടിങ്ങിനും നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറെ തമ്പ് റൂളും ഒക്കെയാണ് ഈ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്നുള്ള രീതിയിൽ നമുക്ക് തരുന്നത്. അപ്പൊ അതുവഴി ഇറ്റ് വിൽ പ്രൊവൈഡ് എ ഗൈഡ് ലൈൻ, എങ്ങനെ ആയിരിക്കണം ഓരോ കമ്പനിയും അവരുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഓരോ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് വഴി നമുക്ക് കിട്ടുന്നത്. ഓക്കെ. സോ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു കമ്പനിയുടെ അക്കൗണ്ട്സും മറ്റൊരു കമ്പനിയുടെ അക്കൗണ്ട്സും തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത്. അതർവൈസ് ഒരു കമ്പനി അവരുടെ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് ടോട്ടലി ഡിഫറെന്റ് ആയുള്ള മറ്റൊരു സ്റ്റൈലിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ കമ്പാരിസൺ മേ നോട്ട് ബി ഫീസിബിൾ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചുകൊണ്ടാണ് ഇത്തരം സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നതും ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചുകൊണ്ട് കമ്പാരിസൺ കുറച്ചുകൂടി ഈസിയർ ആക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഓക്കെ, അതാണ് ഗ്യാപ്പ്. ഗ്യാപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയാണ്. സോ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, രണ്ട് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. സോ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, എന്തൊക്കെയാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നോർമലി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്ന ഒരു ഏരിയ ആണ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഓക്കെ, സോ ദർ ആർ ഡിഫറെന്റ് അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്. ഓരോന്നും നമ്മൾ ബ്രീഫ്ലി പറയുന്നു. ഫസ്റ്റ് ഈസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയാം. എന്താണ് ഈ എൻറ്റിറ്റി കൺസെപ്റ്റ്? ഇവിടെ ഇത്ര മാത്രമേ ഉള്ളൂ. ബിസിനസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഓണറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓണർ ഈസ് ഡിഫറെന്റ് ആൻഡ് ദി ബിസിനസ് ഈസ് ഡിഫറെന്റ്. രണ്ട് സെപ്പറേറ്റ് ആണ് എന്ന് കാണിക്കുന്ന ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. അതായത് ദി ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി ഡിസ്റ്റിങ് ഫ്രം ഇറ്റ്സ് ഓണർ. ഓണറുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഓണറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ബിസിനസിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഓണർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓണറും കമ്പനിയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഈ ക്യാപിറ്റലിനെ നമ്മൾ എവിടെ കാണിക്കുന്നത്? ലയബിലിറ്റി സൈഡിലാണ്. എന്തുകൊണ്ടാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിലാവുന്നത്? ബിക്കോസ് ബിസിനസ് എന്ന് പറയുന്നത് ഓണറിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. ബിസിനസിനെ സംബന്ധിച്ച് കാശ് കൊടുക്കാനുള്ളതാണ് ഓണർക്ക്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓണറുടെ കോൺട്രിബ്യൂഷൻ ആണ്. ആൻഡ് ദി ബിസിനസിനെ സംബന്ധിച്ച് ഇതൊരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് അക്കൗണ്ട്സിൽ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ഇത് കാണിക്കുന്നത്. ഓക്കെ, എക്സാമ്പിൾ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നോക്കുക. ഇഫ് ദി ഓണർ ഇൻവെസ്റ്റ് മണി ഇൻ ടു ദി ബിസിനസ്, ഇറ്റ് ഈസ് റെക്കോർഡഡ് ആസ് എ ലയബിലിറ്റി. നമ്മൾ കാണിക്കുന്ന ലയബിലിറ്റി സൈഡിലാണല്ലോ ക്യാപിറ്റൽ. ബിക്കോസ് ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ദി ബിസിനസ് ഓൺസ് ടു ദി കസ്റ്റമർ, ഓഫ് ടു ദി ഓണർ എന്ന് പറയാം. ഓണറിന് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ ഈ ഒരു എമൗണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് ആയിട്ട് പറയാവുന്നത് ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു വർഷം കൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കി നിർത്തി പോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു ആൻഡ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ് ഈ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, സോ ദി ബിസിനസ് ഈസ് അസ്യൂംഡ് ടു കണ്ടിന്യൂ ഇറ്റ്സ് ഓപ്പറേഷൻസ് ഇൻഡെഫിനിറ്റ്ലി അൺലെസ് ദർ ഇസ് എവിഡൻസ് ടു ദി കോൺട്രറി. നിർത്തി പോകണം എന്നുള്ളൊരു സാഹചര്യം വരുന്നില്ലെങ്കിൽ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് പ്രിപ്പറേഷൻസിനകത്തും ബിസിനസ് ഒരു വർഷത്തേക്കല്ല, നമ്മൾ ബാലൻസുകളെ ക്യാരി ഫോർവേഡ് ചെയ്യും. ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടാണ്. നമ്മൾ 5 വർഷത്തേക്കും 10 വർഷത്തേക്കും ഒക്കെ ഒരു പ്രീ പ്ലാനോട് കൂടിയല്ല ബിസിനസ് പോകുന്നത്. ബിസിനസ് ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നുള്ള പ്രതീക്ഷയുണ്ട്.
അത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനകത്ത് നമുക്ക് എവിടെ അക്കൗണ്ടിങ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് വിത്ത് ദി അസംഷൻ ദാറ്റ് ദി കമ്പനി വിൽ കണ്ടിന്യൂ ഓപ്പറേറ്റിംഗ് ആൻഡ് ദി അസറ്റ്സ് ആർ വാല്യൂഡ് അക്കോർഡിംഗ്ലി. ഇവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം. ഫിക്സ്ഡ് അസറ്റ് ആർ റെക്കോർഡ് അറ്റ് കോസ്റ്റ്, നോട്ട് ലിക്വിഡേഷൻ വാല്യൂ. അതായത് ബിസിനസിനെ സംബന്ധിച്ച് ബിസിനസ് ഇനിയും കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു എൻറ്റിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു അസറ്റ് മേടിച്ചു, ഒരു ബിൽഡിംഗ് മേടിച്ച് കമ്പനിക്ക് വേണ്ടി ബിൽഡിംഗ് മേടിക്കുകയാണെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ കറണ്ട് ഇയറിലെ മാർക്കറ്റ് വാല്യൂ അല്ല നമ്മൾ എൻട്രി ചെയ്യുന്നത്. എത്ര രൂപയാണോ ഒറിജിനലി നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അതായിരിക്കും നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളത്. സോ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. അതായത് നമ്മൾ വാങ്ങിച്ചപ്പോൾ എത്ര വിലയാണോ ആ ബിൽഡിംഗ് വന്നിരിക്കുന്നത് ആ പ്രൈസ് ആയിരിക്കും അവിടെ എൻട്രി ചെയ്തിട്ടുണ്ടാവുക, അസറ്റിന്റെ വാല്യൂ ആയിട്ട് കാണിക്കുക. ബിക്കോസ് അപ്ഡേഷൻസ് ഒന്നും നമ്മളവിടെ കാണിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് ഈ ബിസിനസ് റൺ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ആ ഒരു അസറ്റ് വിറ്റ് കളയാനല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, സോ ഫിക്സ്ഡ് അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് കോസ്റ്റ്, നോട്ട് അറ്റ് ലിക്വിഡേഷൻ വാല്യൂ, ആസ് ദി ബിസിനസ് ഈസ് എക്സ്പെക്റ്റഡ് ടു യൂസ് ദം ഫോർ എ ലോങ് പീരീഡ്. ഇവിടെ അത് വിറ്റ് കളയുക എന്നുള്ള പർപ്പസ് അല്ല ഉള്ളത്. അതുകൊണ്ട് നമ്മളത് ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യും. അപ്പൊ നമ്മൾ ഒറിജിനലി എത്ര രൂപയാണോ വന്നിരിക്കുന്നത് ആ എക്സ്പെൻസ് മാത്രമായിരിക്കും ബാലൻസ് ഷീറ്റ് കാണിക്കുക. ഡിപ്രീസിയേറ്റ് ചെയ്യും, വാല്യൂ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് ഡിപ്രീസിയേഷൻ നമ്മൾ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. അതർവൈസ് നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഇത് ലോങ് ഡ്യൂറേഷനിലേക്ക് ഉപയോഗിക്കാനുള്ളതാണ്, അല്ലാതെ ലിക്വിഡേറ്റ് ചെയ്ത് ഓർ സെൽ ഓഫ് ചെയ്യാനുള്ള ഒരു ഐറ്റം അല്ല എന്നുള്ള കൺസെപ്റ്റ് വരുന്നത് ഗോയിങ് കൺസേണുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, സോ രണ്ട് പ്രിൻസിപ്പിൾസ് നമ്മൾ പറഞ്ഞു. ഒന്ന് സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ്, രണ്ടാമതായിട്ട് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. സെപ്പറേറ്റ് എൻറ്റിറ്റി ബിസിനസ് ഓണറെയും ബിസിനസ്സെയും സെപ്പറേറ്റ് ആയിട്ട് കരുതുന്നു. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റിലൊക്കെ ഓണർ കോൺട്രിബ്യൂഷൻസ് എല്ലാം എന്തായിട്ടാണ് വരുന്നത്, അതൊരു ലയബിലിറ്റി ആയിട്ടും ഓണർ വിഡ്രോ ചെയ്യുവാണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ആസറ്റ് നമ്മൾ കുറയ്ക്കുകയും ചെയ്യും. ക്യാപിറ്റലിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കുകയും ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓണർ ആയാലും ആരായാലും ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ഓക്കെ, ആൻഡ് ഓണർ ആൻഡ് ബിസിനസ് ഇസ് ഡിഫറെന്റ്. അതാണ് ആ ഒരു അപ്രോച്ച് പറയുന്നത്. രണ്ടാമതായിട്ട് ഗോയിങ് കൺസേണിനെ പറ്റി പറഞ്ഞു. ഇവിടെ നമ്മൾ ഒരു ടൈം പീരീഡിന് വേണ്ടി അല്ല ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതൊരു ലോങ് ഡ്യൂറേഷൻ പ്രോസസ് ആണ്, ഇത് കണ്ടിന്യൂ ചെയ്യും എന്നുള്ള അസംഷൻ എപ്പോഴും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പ്രിൻസിപ്പിൾ മണി മെഷർമെന്റ് കൺസെപ്റ്റ് ആണ്. മണി മെഷർമെന്റ്, അതായത് നമുക്ക് അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യണമെങ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ ആയാലും അതിനെ കറൻസിയിൽ മെഷർ ചെയ്യാൻ സാധിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലേക്ക് അല്ലെങ്കിൽ മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഐറ്റംസിനെ മാത്രമേ നമ്മൾ അക്കൗണ്ട്സിൽ എൻ്റർ ചെയ്യും. ഇതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഓൺലി ട്രാൻസാക്ഷൻസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ഓർ മോണിറ്ററി ടേംസ് ആർ റെക്കോർഡഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നോൺ ക്വാണ്ടിഫയബിൾ ഐറ്റംസ് ലൈക്ക് എംപ്ലോയി സ്കിൽ ഓർ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ ആർ നോട്ട് റെക്കോർഡഡ്. ഗുഡ്വില് നമ്മൾ റെപ്യൂട്ടേഷനെ കൺവേർട്ട് ചെയ്യുന്നതാണ്, വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഗുഡ്വിൽ ആവുന്നത്. അപ്പൊ ക്വാണ്ടിഫൈ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ റെക്കോർഡ് ചെയ്യാം. റിയലൈസ് ചെയ്യുവാണെങ്കിൽ മാത്രമാണ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. അതേസമയം നോൺ ക്വാണ്ടിഫൈബിൾ ആയിട്ടുള്ള ഐറ്റംസിനെ നമുക്ക് ഒരു കാരണവശാലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. എംപ്ലോയിയുടെ സ്കിൽ അതിനെ നമുക്ക് ഡയറക്ട്ലി ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഓക്കെ, ഇതാണ് പറഞ്ഞത്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ദി പർച്ചേസ് ഓഫ് മെഷീനറി ₹50,000 ഈസ് റെക്കോർഡഡ് ബട്ട് ഗുഡ് റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി ഈസ് നോട്ട്. കമ്പനിയുടെ ഗുഡ് റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഡയറക്ട്ലി റെക്കോർഡ് ചെയ്യുന്നില്ല. അത് ഗുഡ് വിൽ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കൂ. ഓക്കെ, അത് വാല്യൂ എത്രയാണ് എന്നുള്ള വാല്യൂവും ബ്രാൻഡ് റെപ്യൂട്ടേഷനും ഒക്കെ നോക്കിയാലേ നമുക്ക് ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഗുഡ് വിൽ സെപ്പറേറ്റ് അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതർവൈസ് റെപ്യൂട്ടേഷൻ ഈസ് ദെയർ, അത് നമുക്ക് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് മണി മെഷർമെന്റ് കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ഒരു മോണിറ്ററി ടേംസിലേക്ക് റെക്കോർഡ് ചെയ്യാവുന്ന ഐറ്റംസ് മാത്രമേ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കൂ. നാലാമതായി അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂ ഓർ എക്സ്പെൻസ് ആർ റെക്കഗ്നൈസ്ഡ് when they are earned or engaged, not when cash is received or paid. നമ്മളിപ്പോൾ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല, പക്ഷേ ആ എമൗണ്ടുമായി ബന്ധപ്പെട്ട സേവനം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത് എൻ്റർ ചെയ്യും. എപ്പോഴാണ് അതിന്റെ ദാറ്റ് മീൻസ് ഏൺഡ് എന്നാണ് അതിനുള്ള മീനിങ്. ഓക്കെ, അല്ലാതെ ഇൻകർ ചെയ്തു അത് അല്ലാതെ ഒരു കാരണവശാലും ആ എമൗണ്ട് കിട്ടണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല, അല്ലെങ്കിൽ ആ എമൗണ്ട് പേ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല. എക്സാമ്പിൾ പറയാം. എൻഷുവേഴ്സ് ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിഫ്ലെക്ട്സ് ദി ട്രൂ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഈ വർഷം ഏൺ ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഈ വർഷം തന്നെ കാണിക്കും. വെദർ ഓർ നോട്ട് ദി ആക്ച്വൽ എമൗണ്ട് ഈസ് റിസീവ്ഡ്. നമുക്ക് ആ എമൗണ്ട് കിട്ടണോ കിട്ടിയില്ല എന്നുള്ളത് സെക്കൻഡറി ആണ്.
ഓർ നമ്മൾ പേ ചെയ്യണോ പേ ചെയ്തിട്ടില്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഈ വർഷം നമ്മൾ അതിന്റെ സേവനം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഈ വർഷം തന്നെ വന്നിട്ടുള്ളതാണെങ്കിൽ ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിച്ചിട്ടുണ്ടാവും. ഇഫ് എ കമ്പനി ഡെലിവേഴ്സ് ഗുഡ്സ് ഇൻ ഡിസംബർ ബട്ട് റിസീവ്സ് പേയ്മെന്റ് ഇൻ ജാനുവരി, നമ്മൾ അതിന്റെ ഗുഡ്സ് ഓൾറെഡി ഡിസംബറിൽ തന്നെ ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ആ ഒരു പർപ്പസ് നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാ ഡിസംബറിലാണ്. അപ്പൊ ഡിസംബറിൽ എൻഡ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട് ആണെങ്കിൽ അതിനകത്ത് നമ്മൾ ആ ഗുഡ്സ് ഡെലിവർ ചെയ്ത സെല്ല് ചെയ്തതിന്റെ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് കാണിച്ചിട്ടുണ്ടാവും. ഓക്കെ, എമൗണ്ട് റിസീവ് ചെയ്യുന്നതല്ല, എന്നാണോ അക്രൂ ചെയ്യുന്നത് അതാണ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ബട്ട് ദി പേയ്മെന്റ് ഇസ് റിസീവ്ഡ് ഇൻ ജാനുവരി, ദി റവന്യൂ ഇസ് റെക്കോർഡഡ് ഇൻ ഡിസംബർ ഇറ്റ്സെൽഫ്. നമ്മൾ ആ ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഇമാജിൻ ക്രെഡിറ്റ് ആണ്, ക്രെഡിറ്റ് സെയിൽസ് ആണ്, അങ്ങനെയാണെങ്കിൽ എമൗണ്ട് കിട്ടുന്നത് പിന്നീട് ഒരു ദിവസത്തിലായിരിക്കും. പക്ഷെ സെയിൽസ് എന്ന് പറയുന്നത് എന്നാണോ ഹാപ്പൻ ചെയ്തിരിക്കുന്നത് അന്ന് തന്നെ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇതാണ് അക്രൂവൽ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു എഫക്ട്സ്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്ന് പറയാം. അതായത് നമ്മളിപ്പോ ഒരു പൈസ, നമ്മളിപ്പോ 10 രൂപ കൊടുത്ത് ഒരു പേന മേടിക്കുന്നു. ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ സംബന്ധിച്ച് നമ്മളുടെ കയ്യിൽ നിന്ന് ക്യാഷിൽ 10 രൂപ കുറയുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ അസറ്റിൽ ഓർ സ്റ്റേഷനറിയിൽ ഒരു പേന വരുന്നുണ്ട്. സോ രണ്ട് സൈഡും ഓട്ടോമാറ്റിക്കലി നമ്മൾ കാണിച്ചിട്ടുണ്ടാവും ട്രാൻസാക്ഷൻ. ഇതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് എന്ന് പറയുന്നത്. സോ ഒരു ഡെബിറ്റ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും ട്രാൻസാക്ഷൻസ് പ്രകാരം നമ്മൾ എൻ്റർ ചെയ്യും. To ensure that the accounting equation liability assets is equal to liability plus equity holds true. ഏതൊക്കെ രീതിയിലായാലും നമ്മളുടെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും അസറ്റുമായിട്ട് ലയബിലിറ്റിയും ഇക്വിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റലും മാച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഡ്യുവൽ ആസ്പെക്ട് വരുന്നത്. ഒരു ഡെബിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ടാവും. അതുവഴി ഈ ഒരു കൺസെപ്റ്റ് രണ്ട് സൈഡ് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും. Okay, so when goods worth rupees 10,000 are purchased on credit, see ക്രെഡിറ്റിൽ 10,000 റുപ്പീസിന്റെ അല്ലെങ്കിൽ ഡോളറിന്റെ ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തു. ദി ഇൻവെന്ററി ഇൻക്രീസസ്, അസറ്റിന്റെ വാല്യൂ അല്ല നമ്മുടെ ആ ഒരു ഇൻവെന്ററി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദി ക്രെഡിറ്റർ ലയബിലിറ്റി ഓൾസോ ഇൻക്രീസസ് ബൈ ദി സെയിം അമൗണ്ട്. രണ്ട് സൈഡിലും എഫക്റ്റ് ആയല്ലോ. ഒരു ഐറ്റം അസറ്റ് സൈഡിൽ ഒരു ഐറ്റം വരുന്നു, അതായത് ഇൻവെന്ററി എന്ന് പറയുന്ന ഒരു ഐറ്റത്തിൽ നമുക്ക് ഈ ഗുഡ്സ് വന്നായിട്ട് നമ്മൾ കാണിക്കുന്നു. അതേപോലെ ക്രെഡിറ്റർ, അദ്ദേഹത്തിന് എമൗണ്ട് കൊടുക്കാനുണ്ട്, ക്രെഡിറ്റ് ആണ്. സോ അത്രയും എമൗണ്ട് കൊടുക്കാനുള്ളതായിട്ട് നമ്മൾ ലയബിലിറ്റി സൈഡിലും കാണിക്കുന്നു. സോ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റും ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും, ഒരു ഡെബിറ്റും ഒരു ക്രെഡിറ്റ്, ഇത് ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനെയാണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ 5 കൺസെപ്റ്റുകളെ പറ്റി, അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു. 5 എണ്ണം ഏതൊക്കെയായിരുന്നു ജസ്റ്റ് ഒന്ന് ഓർക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്, ഗോയിങ് കൺസേൺ, ദെൻ മണി മെഷർമെന്റ്, അക്രൂവൽ ആൻഡ് ഡ്യുവൽ ആസ്പെക്ട്. ക്ലിയർ ആണോ? ശരി, മൂവിങ്. അടുത്ത കൺസെപ്റ്റ് പീരിയോഡിസിറ്റി ഓർ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയാം. അതായത് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് should be divided into specific time intervals, months or quarters or years. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. നോർമലി അക്കൗണ്ട്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇയർലി ബേസിലാണ്. അതിന്റെ പർപ്പസ് ഇത്ര മാത്രമാണ്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ടിങ് പീരീഡ് വേണ്ടത്? അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർഷത്തിൽ നമുക്ക് പ്രോഫിറ്റ് എത്രമാത്രം കിട്ടിയിട്ടുണ്ട്, എത്രമാത്രം എങ്ങനെയായിരുന്നു നമ്മളുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊരു അക്കൗണ്ടിങ് പീരീഡ് ബേസിൽ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്താലേ പറ്റൂ. അതിനു വേണ്ടിയാണ് അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് വരുന്നത്. സോ എ കമ്പനി പ്രിപ്പയർസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൺ എ ക്വാർട്ടർലി ബേസിസ്, പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ഓൺ ഇറ്റ്സ് പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഫോർ ഈച്ച് 3-month പീരീഡ്. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇൻ കേസ് ഒരു കമ്പനി അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1 year പ്രിപ്പയർ ചെയ്യുന്നു, എല്ലാ വർഷത്തേക്കുമായിട്ടാണ് അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ആ ഇയർ എൻഡിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഈ കഴിഞ്ഞ ഒരു വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമുക്ക് പെർഫോമൻസ് അനലൈസ് ചെയ്യാനും, അതേപോലെ ബാലൻസ് ഷീറ്റ് വഴി നമുക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഓക്കെ, ഇതാണ് പീരിയോഡിസിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ കൺസെപ്റ്റ് ആയിട്ട് പറയാവുന്ന റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ കൺസെപ്റ്റ്, അതായത് റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് and the company is substantially completed its obligation to the customer.
അപ്പൊ എപ്പോഴാണോ നമ്മൾ ഒരു റിയലൈസേഷൻ ഹാപ്പൻ ചെയ്തത്, ഇറ്റ്സ് ലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അക്രൂവൽ കൺസെപ്റ്റ് പോലെ തന്നെയാണ്. എപ്പോഴാണോ റിയലൈസ് ചെയ്യുന്നത് ആ ഒരു ടൈമിലാണ് നമ്മൾ ആ റവന്യൂ റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. എ കൺസ്ട്രക്ഷൻ കമ്പനി സെൽസ് ആൻ അപ്പാർട്ട്മെന്റ് ബിഫോർ കംപ്ലീഷൻ. The revenue is recognized only when the construction reaches a stage where substantial completion has occurred, and the company's obligations to the buyer are met. അതായത് നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിറ്റുവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. റിയലൈസേഷൻ ഹാപ്പൻ ചെയ്യുന്നത് ലേറ്റർ ആണ്. നമ്മളുടെ ഒരു അഡ്വാൻസ് ആയിട്ട് നമ്മളൊരു തുക മേടിച്ചു, പക്ഷേ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഏണിങ് നമ്മൾക്ക് ഹാപ്പൻ ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ജോലി നമ്മൾ ചെയ്തു തീർക്കുന്നത് ഒരു ലേറ്റർ പീരീഡിലാണ്. എപ്പോഴാണോ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഇത് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വരും. നമ്മൾ ലൈക്ക് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒക്കെ കാണിക്കുന്നത് ആ ഒരു പർപ്പസിന് വേണ്ടിയാണ്. എപ്പോഴാണോ ആക്ച്വലി ആ ഒരു ഇൻകം ഏൺ ചെയ്യപ്പെടുന്നത്, റിയലൈസ് ചെയ്യപ്പെടുന്നത്, ആ പോയിന്റിലായിരിക്കും നമ്മുടെ അക്കൗണ്ട്സിൽ അതിന്റെ ആ ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യപ്പെടുന്നത്. ഇതാണ് റിയലൈസേഷൻ കൺസെപ്റ്റ് പറയുന്നത്. അക്രൂവൽ കൺസെപ്റ്റിന്റെ മീനിങ് തന്നെയാണ് വരുന്നത്, ചെറിയ കൺസെപ്റ്റുവൽ ഡിഫറൻസസും മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സബ്സ്റ്റാൻഷ്യലി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ഒബ്ലിഗേഷൻ ആണെങ്കിൽ അത് എത്രമാത്രമാണോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എത്രമാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ അതിന്റെ റവന്യൂ മാത്രമേ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കാൻ സാധിക്കൂ. ഓക്കെ, ഇതാണ് ആ എൻഡ് കൺസെപ്റ്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സിനാരിയോ എന്നുള്ള രീതിയിൽ ഓർക്കുക. റിയലൈസേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് മാച്ചിങ് കൺസെപ്റ്റ് ആണ്. എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് റവന്യൂ. ദേ ഹെൽപ് ടു ജനറേറ്റ് ദി സെയിം അക്കൗണ്ടിങ് പീരീഡ്. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡിനകത്ത് ഏൺ ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകളെയും റവന്യൂകളെയും മാച്ച് ചെയ്യുന്നു. ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ ഒരു മാച്ചിങ് ചെയ്യുന്നത്. സോ ഇറ്റ് എൻഷ്യൂർസ് ദാറ്റ് ഇൻകം സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ആക്യുറേറ്റ് പ്രോഫിറ്റബിലിറ്റി ബൈ മാച്ചിങ് റിലേറ്റഡ് കോസ്റ്റ് ആൻഡ് റവന്യൂ. സോ കൃത്യമായിട്ടാണോ പ്രോഫിറ്റബിലിറ്റി എല്ലാം കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് മാച്ചിങ് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇഫ് റവന്യൂ ഫ്രം സെയിൽസ് ഈസ് റെക്കോർഡഡ് ഇൻ ഡിസംബർ, the cost of goods sold should also be recorded in December. അതായത് ഒരു പെർട്ടിക്കുലർ ഐറ്റം ഇപ്പോൾ സെയിൽസ് ഹാപ്പൻ ചെയ്തിരിക്കുന്നത് ഡിസംബറിലാണ്, അതുമായി ബന്ധപ്പെട്ട ഒരു കോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസംബറിൽ തന്നെ എൻട്രി ചെയ്യണം. അപ്പൊ അത്തരത്തിലൊരു മാച്ചിങ്, അത്തരത്തിലൊരു കൃത്യമായിട്ടുള്ള എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് മാച്ചിങ് വഴി നമ്മൾ മാച്ചിങ് ചെയ്യുന്നത്. അതിന്റെ പർപ്പസ് പറഞ്ഞു. എന്തിനു വേണ്ടി മാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോഫിറ്റ് കറക്റ്റ് ആണോ, ആക്യുറേറ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണ് ഈ മാച്ചിങ് പീരിയോഡിക്കലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഈവൻ ഇഫ് ദി പേയ്മെന്റ് ഫോർ ദി ഗുഡ് ഈസ് മെയ്ഡ് ലേറ്റർ, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ, ഒരു സെയിൽസ് ട്രാൻസാക്ഷൻ ആണെന്ന് വിചാരിക്കാം. ആ സെയിൽസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് സെയിൽസ് നമ്മൾ ഡിസംബർ റെക്കോർഡ് ചെയ്തു. ആ സെയിൽസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണെങ്കിൽ സെയിം മന്തിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ ആക്യുറേറ്റ് പ്രോഫിറ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്തരത്തിലൊരു മാച്ചിങ് ഉണ്ടാവണം. എല്ലാ ട്രാൻസാക്ഷനും റിലേറ്റഡ് ട്രാൻസാക്ഷനും തമ്മിൽ മാച്ചിങ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് എൻട്രി ചെയ്ത് പോയിട്ടുണ്ടാവണം എന്ന് എൻഷുർ ചെയ്യാനാണ് മാച്ചിങ് നടത്തുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് മാച്ചിങ് കൺസെപ്റ്റ്. ദെൻ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആർ റെക്കോർഡ് അറ്റ് ദി ഒറിജിനൽ കോസ്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്നും പറയാം. അതായത് നമ്മളിപ്പോ മുമ്പ് മിഷനറി പർച്ചേസ് ചെയ്തതിന്റെ എക്സാമ്പിൾ പറഞ്ഞു. മിഷനറി വാങ്ങിച്ച പ്രൈസ് എത്രയാണോ അതിലായിരിക്കും നമ്മൾ എൻട്രി ചെയ്യുന്നത്, നോട്ട് അറ്റ് ദി റിയലൈസബിൾ വാല്യൂ. ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂനെ പറ്റിയല്ല നമ്മൾ ചിന്തിക്കുന്നത്. ഒറിജിനലി പ്രൈസ് എത്രയായിരുന്നോ വാങ്ങിച്ചപ്പോൾ അതായിരിക്കും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. ഗോയിങ് കൺസേണിന് വേണ്ടി നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ആണ് എടുത്ത് പറഞ്ഞത്. റൈറ്റ്, അസറ്റ്സ് ആർ റെക്കോർഡ് അറ്റ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്, നോട്ട് അറ്റ് ദെയർ കറന്റ് മാർക്കറ്റ് വാല്യൂ. ദി കോസ്റ്റ് റിമെയിൻ അൺചേഞ്ച്ഡ് ഇൻ ദി ബുക്സ് ഫിനാൻഷ്യൽ ബുക്സ് ഓവർ ടൈം എക്സെപ്റ്റ് ഫോർ ഡിപ്രീസിയേഷൻ. അതിന്റെ മൂല്യം നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്ത് ഇല്ലാതാക്കും, അല്ലാതെ കോസ്റ്റിൽ കറന്റ് മാർക്കറ്റ് വാല്യൂ യാതൊരു രീതിയിലും അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല. അസറ്റ്സ് ആണെങ്കിൽ എക്സെപ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലാതെ മറ്റ് അസറ്റുകളാണെങ്കിൽ അതിന്റെ കറണ്ട് പ്രൈസ് നമ്മൾ ഒരിക്കലും നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലേക്ക് കൊണ്ടുവരുന്നില്ല. ഒറിജിനലി എത്ര രൂപയ്ക്കാണോ അത് പെർച്ചേസ് ചെയ്തിരിക്കുന്നത് ആ വാല്യൂ തന്നെയായിരിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ എ പീസ് ഓഫ് ലാൻഡ് പെർച്ചേസ്ഡ് ഫോർ $1 lakh or rupees is recorded at the same cost. അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഇപ്പോൾ 2 lakh ആയാലും 3 lakh ആയാലും നമ്മൾ പെർച്ചേസ് ചെയ്ത വില മാത്രമായിരിക്കും നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാച്ചിങ് കൺസെപ്റ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ്പെൻസസ് ഷുഡ് ബി മാച്ച് വിത്ത് റവന്യൂ, അതാണ് മാച്ചിങ് കൺസെപ്റ്റ് പറയുന്നത്. സോ ദീസ് ആർ ദി ഡിഫറെന്റ് കൺസെപ്റ്റ്സ്. നമ്മൾ ഓൾറെഡി 5 കൺസെപ്റ്റുകൾ കണ്ടിരുന്നു. രണ്ടാമത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് പീരിയോഡിസിറ്റി കൺസെപ്റ്റ്,
റിയലൈസേഷൻ കൺസെപ്റ്റ്, മാച്ചിങ് കൺസെപ്റ്റ് ആൻഡ് കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, റിലേറ്റഡ് ആയിട്ടുള്ള ചില MCQs കാണാം. പെട്ടെന്ന് ആൻസർ ചെയ്യാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് assumes that the company will continue its operations indefinitely unless there is an evidence to the contrary എന്ന് അസ്യൂം ചെയ്യുന്ന അക്കൗണ്ടിംഗ് കൺസെപ്റ്റ് ഏതാണ്? സോ ദാറ്റ് ഈസ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, റൈറ്റ്. രണ്ടാമതായിട്ട്, അക്കോർഡിംഗ് ടു ദി ഡാഷ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ് വെൻ ദേ ഒക്കർ റിഗാർഡ്ലെസ് ഓഫ് ദി ടൈമിംഗ് ഓഫ് ദി ക്യാഷ് ഫ്ലോസ്. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് അല്ല, എപ്പോഴാണോ ഒക്യൂർ ചെയ്യുന്നത്, അതായത് അക്രൂ ചെയ്യുന്ന ടൈം, അപ്പൊ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഈ ട്രാൻസാക്ഷൻ കൺസെപ്റ്റിനെ വിളിക്കുന്ന പേരാണ് അക്രൂവൽ കൺസെപ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദി ഡാഷ് സ്റ്റേറ്റ്സ് ദാറ്റ് എവറി ട്രാൻസാക്ഷൻ ഹാസ് ടു സൈഡ്സ്, എ ഡെബിറ്റ് ആൻഡ് എ ക്രെഡിറ്റ്, വിച്ച് മസ്റ്റ് ബി ഈക്വൽ ഇൻ വാല്യൂ. അത് ഏത് കൺസെപ്റ്റ് ആണ്? ഏതൊരു ട്രാൻസാക്ഷനാണ് രണ്ട് സൈഡ്സ് ഉണ്ട് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. The concept of dash suggests that expenses should be recognized in the same accounting period as related to the revenue. റവന്യൂ കിട്ടുന്ന അതേ ടൈം പീരീഡിൽ തന്നെ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്പെൻസുകൾ റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റാണ്? ഫുൾ ഡിസ്ക്ലോഷർ, മാച്ചിങ്, കൺസർവേറ്റിസം, മെറ്റീരിയാലിറ്റി. സോ ദാറ്റ് ഈസ് മാച്ചിങ് കൺസെപ്റ്റ്, റൈറ്റ്? മാച്ചിങ് കൺസെപ്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റേറ്റ്സ് ദാറ്റ് transaction should be recorded only if they can be expressed in monetary terms. Monetary terms എക്സ്പ്രസ് ചെയ്യാവുന്ന ട്രാൻസാക്ഷൻ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റ് ആണ്? ദാറ്റ് ഈസ് മണി മെഷർമെന്റ് കൺസെപ്റ്റ്. ഓക്കെ, സോ അക്കൗണ്ടിങ് കൺസെപ്റ്റുകളെ പറ്റി പറഞ്ഞു. ഇനി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൺവെൻഷൻസ് കൂടിയുണ്ട്. കൺവെൻഷൻസിലേക്ക് വരുമ്പോൾ, വൺ ഈസ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഇത് പല ടെക്സ്റ്റുകളിലും ചിലപ്പോൾ ഇത് കൺസെപ്റ്റുകളായിട്ട് തന്നെ പറയാറുണ്ട്. കൺസെപ്റ്റുകളും കൺവെൻഷൻസും തമ്മിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പിൾസ് ആണ്, കൺവെൻഷൻ എന്ന് പറയുന്നത് റൂൾ ഓഫ് തമ്പാണ്. ഓർ യു ക്യാൻ സേ ദീസ് ആർ ദി അസംഷൻസ്, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കൺവെൻഷൻസ് ആണ്. ഓക്കെ, കൺവെൻഷനിൽ ചെയ്തുകൊണ്ടിരുന്ന രീതി, അതാണ് കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് പറയുന്നത് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി ആണ്. അതായത് ദി സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി applied consistently from one accounting period to another. നമ്മൾ ഈ വർഷം ഉപയോഗിച്ചിരിക്കുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണോ അല്ലെങ്കിൽ അക്കൗണ്ടിങ് മെത്തേഡ്സ് എന്താണോ അത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ നമ്മളുടെ പ്രീവിയസ് പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഈ വർഷം നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്താന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്തിരിക്കുന്നത് റെഡ്യൂസിങ് ബാലൻസ് എന്നുള്ള മെത്തേഡിലാണെങ്കിൽ അതേ മെത്തേഡിൽ തന്നെ ഡിപ്രീസിയേഷൻ അടുത്ത വർഷങ്ങളിൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു കമ്പാരിസൺ പോസിബിൾ ആവും. റിട്ടേൺ ഡൗൺ വാല്യൂലാണെങ്കിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ തന്നെ വീണ്ടും നെക്സ്റ്റ് ഇയറിലും ചെയ്യണം, എന്നാൽ മാത്രമേ കമ്പാരിസൺ പോസിബിൾ ആവൂ. അതാണ് കൺസിസ്റ്റൻസി. ഒരു വർഷം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് കൺസെപ്റ്റുകൾ, അക്കൗണ്ടിങ് മെത്തേഡ്സ് അതേപടി തന്നെ നെക്സ്റ്റ് ഫോളോയിങ് ഇയേഴ്സിലും യൂസ് ചെയ്യുക. വലിയ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. ഇതാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. സോ കൺസിസ്റ്റൻസി എൻഷുവേഴ്സ് കമ്പയറബിലിറ്റി. ഇതിനു വേണ്ടിയാണെന്ന് ഓർക്കുക, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി യൂസസ് സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, ഇറ്റ് ഷുഡ് കണ്ടിന്യൂ ടു യൂസ് ദി സെയിം മെത്തേഡ് ഇൻ ദി സബ്സിക്വന്റ് ഇയേഴ്സ് അൺലെസ് എ വാലിഡ് റീസൺ ഫോർ ചേഞ്ച്. സോ നോർമലി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, നമ്മളിപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ മെത്തേഡ് തന്നെ അടുത്ത വർഷം യൂസ് ചെയ്യണം. അതർവൈസ് നമുക്ക് എങ്ങനെയാ ഒരു വർഷത്തെ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യാൻ സാധിക്കുക? ബാലൻസിലെ അസറ്റിന്റെ വാല്യൂ ടോട്ടലി ഡിഫറെന്റ് ആയിരിക്കില്ലേ? അപ്പൊ അത്തരം കമ്പാരിസൺസ് എൻഷുർ ചെയ്യണമെങ്കിൽ സെയിം മെത്തേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇതിനെയാണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റെലവെന്റ് ഫോർ വൺ പേഴ്സൺ മേ നോട്ട് ബി റെലവെന്റ് ഫോർ അനദർ എന്ന് പറയില്ലേ. എന്താണ് നമുക്ക് മെറ്റീരിയൽ എന്നുള്ള ഐഡന്റിഫൈ ചെയ്യണം. ഒരു വലിയ കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ട ഐറ്റംസ് അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്ന വലിയ വാല്യൂലുള്ള ഐറ്റംസ് ആയിരിക്കും. അതിനിടയിൽ ഒരു പെൻ മേടിച്ചതൊക്കെ ഡയറക്ട്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ അത് മെറ്റീരിയൽ ആണോ? അല്ല.
അപ്പോൾ നമ്മൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യും, ലൈക്ക് പെറ്റി ക്യാഷ്. ഇതിന് എക്സാമ്പിൾ ആണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. അതായത് ഓൺലി ദോസ് ഐറ്റംസ് ദാറ്റ് ആർ സിഗ്നിഫിക്കന്റ് ഇനഫ് ടു അഫക്ട് ദി ഡിസിഷൻ ഓഫ് ദി യൂസേഴ്സ് ഷുഡ് ബി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. സോ ഏതാണോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ, സംതിങ് ലൈക്ക് ഒരു സ്മോൾ എക്സ്പെൻസ്, ഇപ്പോൾ 20,000 എന്ന് പറയുന്നത് ഒരു ചെറിയ കമ്പനിയെ സംബന്ധിച്ച് വളരെ വലിയ എമൗണ്ട് ആയിരിക്കും. അതേസമയം ഒരു വലിയ കമ്പനിയെ സംബന്ധിച്ച് 20,000 ഒരു പിറ്റി ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അത് അവർ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഈ എമൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തില് വാട്ട് ഈസ് മെറ്റീരിയൽ ഫോർ വൺ എൻറ്റിറ്റി മെ നോട്ട് ബി മെറ്റീരിയൽ ഫോർ അനദർ എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാകും. അതനുസരിച്ചായിരിക്കണം എൻട്രി കൊടുക്കേണ്ടത്. സോ നമ്മളുടെ ഓഡിയൻസ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടതും റിപ്പോർട്ട് ചെയ്യേണ്ടതും ആ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് വെച്ചുകൊണ്ടായിരിക്കണം. സോ ഇൻസിഗ്നിഫിക്കന്റ് ഐറ്റംസ് ക്യാൻ ബി ഇഗ്നോർഡ് ഓർ ആഗ്രിഗേറ്റഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ സാധാരണഗതി പെറ്റി ക്യാഷും ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾ ഈ പെറ്റി ക്യാഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ടായിരിക്കും അൾട്ടിമേറ്റ്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലേക്ക് കാണിക്കുന്നത്. ഡയറക്ട്ലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കാണിക്കുന്നതിന് പകരം സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതിൽ എല്ലാ ട്രാൻസാക്ഷൻസും എഴുതുന്നു, ഫൈനലി അഗ്രിഗേറ്റഡ് വാല്യൂ ആയിട്ടായിരിക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വരാനുള്ള റീസണും മെറ്റീരിയാലിറ്റിയാണ്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ കമ്പനി മേ റെക്കോർഡ് എ സ്മോൾ പർച്ചേസ് ലൈക്ക് ഓഫീസ് സപ്ലൈസ് ആസ് ആൻ എക്സ്പെൻസ് ഇൻസ്റ്റെഡ് ഓഫ് ആൻ അസെറ്റ് ഡ്യൂ ടു ഇമ്മെറ്റീരിയാലിറ്റി. മറ്റൊരു എക്സാമ്പിൾ ആണത്. ഓഫീസ് സപ്ലൈസ് ഒക്കെ മേടിക്കുന്നു, അതൊരു അസറ്റ് ആയിട്ട് ഒരു ചെറിയ ഫേമിനെ സംബന്ധിച്ച് അതൊരു അസറ്റ് ആയിരിക്കും. അതേസമയം വലിയൊരു കമ്പനിയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള എക്സ്പെൻസുകൾ ഒരു സ്റ്റേഷനറി എക്സ്പെൻസ് മാത്രമായിരിക്കും. അവ സ്റ്റേഷനറി എന്നുള്ള രീതിയിൽ ഒരു എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചതേ വരും. മറ്റ് ചില വലിയ കമ്പനി, ചെറിയ ഒരു സ്റ്റോർ ആണെങ്കിൽ അവരുടെ അസറ്റിന്റെ ഭാഗമായിട്ട് ഇത്തരം സ്റ്റേഷനറി ചിലപ്പോൾ മാറിയെന്ന് വരും. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി എൻറ്റിറ്റി. അതാണ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ ആണ്. അതായത് ഓൾ ദി റെലവന്റ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഷുഡ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓർ in the accompanying notes to give complete understanding of the business performance. So എന്തൊക്കെയാണോ എൻ്റെ റിപ്പോർട്ടിംഗ് ആയിരിക്കണം, ഒന്നും തന്നെ മറച്ചു വെക്കാനില്ല. എന്തൊക്കെയാണോ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് എൻഷുവേഴ്സ് ട്രാൻസ്പെറൻസി ഓഫ് ദി യൂസേഴ്സ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ദേ മേ ബി ഷെയർ ഹോൾഡേഴ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് ആകാം. ഇവരിലേക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എത്തണം. വിൻഡോ ഡ്രസ്സിംഗ് പോലുള്ള പ്രാക്ടീസുകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ടിയൽ ലയബിലിറ്റീസ് സച്ച് ആസ് പൊട്ടൻഷ്യൽ ലോസൂട്ട്സ് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ദി നോട്ട്സ് ടു ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പോൾ കണ്ടിയൽ ലയബിലിറ്റി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ മേ ഓർ മേ നോട്ട് ബി എ ലയബിലിറ്റി എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ലയബിലിറ്റി ആകാം, ചിലപ്പോൾ അതൊരു ലയബിലിറ്റി ആവണമെന്നില്ല. നമുക്കെതിരെ വരാൻ ചാൻസ് ഉള്ള ഒരു നിയമ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കേസ് കൊടുത്ത് വരുവാണെങ്കിൽ നമുക്കൊരു വലിയ ലയബിലിറ്റി അവിടെ വരും. പക്ഷെ ഇതുവരെ കേസ് വന്നിട്ടില്ല, വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു കണ്ടിജന്റ് ഇഷ്യൂ ആണ്, വരാനും വരാതിരിക്കാനും സാധ്യതയുള്ള എക്സ്പെൻസുകൾ എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, സോ കണ്ടിജന്റ് ആണെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. ഡിസ്ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ബാലൻസ് ഷീറ്റ് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫുട് നോട്ടായിട്ട് കാണിക്കും. ഫുട് നോട്ടായിട്ടാണ് ഇത്തരം കണ്ടിജന്റ് ലയബിലിറ്റീസ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അതെന്തിനാ? എല്ലാ ഇൻഫർമേഷനും ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രൂഫാണ് കണ്ടിജന്റ് ലയബിലിറ്റി ഒക്കെ കാണിക്കുന്നത്. Then convention of conservatism or prudence. Prudence or conservatism എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ whenever there is a chance for loss, that should be accounted for. അതാണ് കൺസർവേറ്റിസം പറയുന്നത്. നമുക്കൊരു ലോസിന് സാധ്യത ഉണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സഫീഷ്യന്റ് ആയിട്ടുള്ള എമൗണ്ട് മാറ്റി വെച്ചിട്ടുണ്ടാവണം. അതേസമയം പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല. ഇതാണ് കൺസർവേറ്റിസം അപ്രോച്ച്. സോ ലോസ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പ്രൊവിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. എന്തിനു വേണ്ടി? അത് ആ ഡെറ്റർ നമുക്ക് പൈസ തരാൻ സാധ്യതയില്ല എന്ന് തോന്നുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെക്കുക. ഇതാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അപ്പൊ അത്തരത്തില് നമുക്ക് നഷ്ടസാധ്യതയുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഒരു പ്രൊവിഷനോ ഒരു റിസർവോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതേസമയം ഒരു ഗെയിൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നതാണ് പ്രൂഡൻസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസർവേറ്റിസം എന്ന് പറയുന്നത്. അക്കൗണ്ടൻസ് ഷുഡ് ആന്റിസിപ്പേറ്റ് ആൻഡ് റെക്കോർഡ് ഓൾ പൊട്ടൻഷ്യൽ ലോസസ് ബട്ട് നോട്ട് അൺറിയലൈസ്ഡ് ഗെയിൻസ്. ലോസ് വരാൻ സാധ്യതയുള്ള എല്ലാ സിറ്റുവേഷനും ആന്റിസിപ്പേറ്റ് ചെയ്യണം, അത് റെക്കോർഡ് ചെയ്യണം.
ഗെയിൻസ് വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അവ ഗെയിൻ ആയതിനു ശേഷം മാത്രം നമ്മൾ റെക്കോർഡ് ചെയ്താലും മതി. ഇതാണ് കൺസർവേറ്റിസം. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് വിത്ത് കോഷൻ. സോ ലയബിലിറ്റീസ് ആൻഡ് എക്സ്പെൻസസ് ആർ നോട്ട് അണ്ടർസ്റ്റേറ്റഡ്. ദി അസറ്റ്സ് ആൻഡ് റവന്യൂസ് ആർ നോട്ട് ഓവർസ്റ്റേറ്റഡ്. ലയബിലിറ്റീസും എക്സ്പെൻസസും വരുന്ന സാഹചര്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ അവിടെ നമ്മൾ പ്രൊവിഷൻസും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകണം. അതേസമയം നമുക്കൊരു പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ള രീതിയിൽ ഒരു എക്സ്പെക്ടേഷൻ നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ പാടില്ല. അതാണ് conservatism. Example, if an inventory's market value is lower than its cost, the lower value is recorded in order to avoid overstating assets. ആ ഒരു എക്സാമ്പിളിനേക്കാൾ നല്ലത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. പ്രൊവിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. പ്രൊവിഷൻസ്. ഓക്കെ, ബിക്കോസ് ഈ ഒരു എക്സാമ്പിൾ എന്താണ്, ഇൻവെന്ററി വാല്യൂഷൻ എന്തായിരുന്നു? ഇൻവെന്ററി വാല്യൂഷൻ ഒരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അതായത് സ്റ്റോക്ക് എപ്പോഴും നമ്മൾ വാല്യൂ ചെയ്യുന്നത് അറ്റ് മാർക്കറ്റ് പ്രൈസ് ഓർ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ആണ്. എന്തുകൊണ്ടാണ് ലോവർ എടുക്കുന്നത്? നമുക്ക് അത് കാരണം ഒരു നഷ്ടം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് പ്രൈസ് കുറയുവാണെങ്കിൽ അതിനർത്ഥം കുറഞ്ഞ പ്രൈസ് നമ്മളിവിടെ സ്റ്റേറ്റ് ചെയ്യണം. സ്റ്റോക്കിൽ മാത്രമാണ് നമ്മൾ ആ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്ത് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അതുകൊണ്ട് മാർക്കറ്റ് പ്രൈസ് ഓർ റിയലൈസബിൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, അതാണ് സ്റ്റോക്കിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതിനുള്ള റീസണും ഒരു പ്രൂഡൻസ് ആണെന്ന് തന്നെ പറയാം. സോ റിലേറ്റഡ് ആയിട്ടുള്ള ചില MCQs നമുക്ക് കാണാം. ക്ലിയർ അല്ലേ? കൺവെൻഷൻസ്, കൺസിസ്റ്റൻസി, മെറ്റീരിയാലിറ്റി, ഫുൾ ഡിസ്ക്ലോഷർ, ദെൻ കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. MCQs. Which accounting convention suggests that a company should use the same accounting methods and practices consistently from one period to another? ഏത് അക്കൗണ്ടിങ് കൺവെൻഷൻ ആണെന്ന് പറയുന്നത്? നമ്മൾ യൂസ് ചെയ്തിരുന്ന അതേ പ്രാക്ടീസ് തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. സോ ഇത് പറഞ്ഞിരിക്കുന്നത് കൺസിസ്റ്റൻസി ആണ്, റൈറ്റ്? The convention of dash requires that companies provide all relevant and necessary information in the financial statements and accompanying notes. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലും അക്കമ്പനി നോട്ട്സിലും എല്ലാ റെലവന്റ് ഇൻഫർമേഷനും ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നത് ഏതാണ്? ദാറ്റ് ഈസ് ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ്. അടുത്തതായിട്ട് ദി കൺവെൻഷൻ ഓഫ് ഡാഷ് എംഫസൈസസ് providing additional information beyond standard disclosures when they are inadequate to fairly present the financial position and the results. So, ഏത് കൺവെൻഷനാണ്? സ്റ്റാൻഡേർഡ് ഡിസ്ക്ലോഷറിനേക്കാൾ കൂടുതൽ എവിടെയൊക്കെ നമുക്ക് അഡീഷണൽ ഡിസ്ക്ലോസ് ചെയ്യണോ അപ്പോഴൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറയുന്നത് ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് അങ്ങനെ മാത്രം ഓർത്താൽ മതി. ബിക്കോസ് രണ്ട് ഡിസ്ക്ലോഷേഴ്സിനെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ഫുൾ ഡിസ്ക്ലോഷറും രണ്ട് ഡിസ്ക്ലോഷറും, രണ്ട് കൺസെപ്റ്റുകളായിട്ട് അവിടെ പറയുന്നുണ്ട്. എനിവേ രണ്ടും ഒന്ന് തന്നെയാണ്. അതായത് എവിടെയൊക്കെ നമുക്ക് ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനുണ്ടോ അവയെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. ബിക്കോസ് അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ലോസ് ആണ്, അല്ലെങ്കിൽ കണ്ടിജന്റ് ആയിട്ട് വരാവുന്ന ഒരു ലയബിലിറ്റി ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റർ ചെയ്യാനുള്ള റീസൺ എന്താണ്? എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാനുണ്ടോ അവയെല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടാണ്. സോ ഡിസ്ക്ലോഷർ ആണ്, ഫുൾ ഡിസ്ക്ലോഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിസ്ക്ലോഷർ ആയിക്കോട്ടെ, ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. Now, another question. Dash convention suggests that accountants should be cautious when recognizing gains, but quick to recognize potential losses. ഏത് കൺവെൻഷൻ ആണ് ഇത് പറയുന്നത്? ഓക്കെ, റൈറ്റ് ആൻസർ പ്രൂഡൻസ് ആണ്. പ്രൂഡൻസ് ആണ് ഈ കൺസെപ്റ്റിനെ പറ്റി പറയുന്നത്. ഗെയിൻസ് വരുവാണെങ്കിൽ നമ്മൾ കോഷ്യസ് ആയിരിക്കണം, അല്ല നമ്മൾ അത്ര റെക്കഗ്നൈസ് ചെയ്ത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ ലോസ് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അവിടെ എല്ലാ രീതിയിലും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഓർ prudence. Which accounting convention deals with the notion that trivial or significant items need not be reported separately in financial statements? ഓക്കെ, മെറ്റീരിയാലിറ്റി ആണ്. നമുക്ക് ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത്
ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്ത് മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അത്രയുമാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓർ കൺസെപ്റ്റ്സ്. ഇനി നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അക്കൗണ്ടിങ് സൈക്കിളിലേക്കാണ്. സോ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇത് പ്രോസസ് ആണ്. ഏതൊക്കെ രീതിയിലാണ് നമ്മൾ എൻട്രി കൊടുക്കുന്നത്? സോ ദിസ് എ സീരീസ് ഓഫ് സ്റ്റെപ്സ് ദാറ്റ് ബിസിനസ്സസ് ഫോളോ ടു റെക്കോർഡ്, സമ്മറൈസ് ആൻഡ് റിപ്പോർട്ട് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓഫ് എ സ്പെസിഫിക് അക്കൗണ്ടിങ് പീരീഡ്. അപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഏതൊക്കെ സ്റ്റേജുകളിലൂടെ പോകുന്നുണ്ട്, അതിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ദി സൈക്കിൾ എൻഷുവേഴ്സ് ദാറ്റ് ട്രാൻസാക്ഷൻസ് ആർ ആക്യുറേറ്റ്ലി ക്യാപ്ചേർഡ്, ക്ലാസിഫൈഡ് ആൻഡ് പ്രസന്റഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ ഇത്തരത്തിലൊരു സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ട്രാൻസാക്ഷനും വിട്ടുപോകുന്നില്ല. എല്ലാ ട്രാൻസാക്ഷനും കൃത്യമായിട്ട് ജേർണലൈസ് ചെയ്യുന്നുണ്ട്, അവയെ കൃത്യമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അവയെ കൃത്യമായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഐഡന്റിഫൈങ് ട്രാൻസാക്ഷൻസ്. സോ ഈ ഒരു സ്റ്റേജുകളിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ട്രാൻസാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുക. ഫിനാൻഷ്യൽ ടേംസിലേക്ക്, മോണിറ്ററി ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഏതെങ്കിലും രീതിയിലുള്ള എക്സ്ചേഞ്ചുകളോ ഇവന്റുകളോ ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ്. സോ ദി സൈക്കിൾ ബിഗിൻസ് വിത്ത് ഐഡന്റിഫൈങ് ആൻഡ് അനലൈസിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ വിച്ച് ഇൻവോൾവ് മോണിറ്ററി എക്സ്ചേഞ്ചസ് ഓർ ഇവന്റ്സ് ദാറ്റ് ഇമ്പാക്ട്സ് കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ. സോ ഫിനാൻഷ്യൽ ടേംസിലുള്ള ഇവന്റുകൾ ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ സ്റ്റേജ്. ഐഡന്റിഫൈ ചെയ്ത ഇവന്റുകളെ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നു. ഓക്കെ, അതായത് വൺസ് ദീസ് ട്രാൻസാക്ഷൻസ് ആർ ഐഡന്റിഫൈഡ് ദേ ആർ റെക്കോർഡഡ് ഇൻ ജനറൽ ജേർണൽ. സോ ദി എൻട്രി ഇൻക്ലൂഡ്സ് ഡേറ്റ് കൊടുക്കുന്നു, അതിന്റെ ഏതൊക്കെ അക്കൗണ്ടുകളിലാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കടയിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു പേന മേടിച്ചു, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പേന മേടിച്ചു. അങ്ങനെയാണെങ്കിൽ സ്റ്റേഷനറി വരുന്നു, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നു. സോ രണ്ട് അക്കൗണ്ടുകൾ അവിടെ അഫക്റ്റ് ചെയ്യപ്പെട്ടു. ക്യാഷ് അക്കൗണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ദെൻ സ്റ്റേഷനറി എന്ന് പറയുന്ന നമ്മുടെ സെപ്പറേറ്റ് അക്കൗണ്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് അക്കൗണ്ടിലാണ് നമ്മളുടെ ട്രാൻസാക്ഷന്റെ എഫക്റ്റ് വരുന്നത്. ഓക്കെ, അതാണ് ഡേറ്റ് കൊടുക്കുന്നു, ഏതൊക്കെ അക്കൗണ്ടുകളാണ് അഫക്റ്റ് ചെയ്യപ്പെടുന്നത് അത് നമ്മൾ കാണിക്കുന്നു. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്, പകരം സ്റ്റേഷനറി നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ജേർണലൈസ് ചെയ്യും. അതിന്റെ ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ, ഒരു നരേഷൻ കൊടുക്കുന്നു. എമൗണ്ട്സ് നമ്മൾ അക്കൗണ്ട്സിൽ ജേർണലിൽ എൻട്രി ചെയ്യുന്നു. ഇതാണ് ജേർണലൈസിങ് പ്രോസസ് നടക്കുന്നത്. ജേർണലൈസിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രണ്ട് അക്കൗണ്ടുകൾ, ഒരു ജേർണൽ എൻട്രിയുമായി ബന്ധപ്പെട്ട് ക്യാഷ് അക്കൗണ്ട് എഫക്റ്റ് ചെയ്യപ്പെട്ടു, അതേപോലെ സ്റ്റേഷനറി അക്കൗണ്ടിലേക്ക് സ്റ്റേഷനറിയിൽ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഇത്തരത്തില് ഓരോ ജേർണലിനകത്തും രണ്ട് അക്കൗണ്ടുകളിൽ ഇഫക്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തു. ക്യാഷ് അക്കൗണ്ട് കാണിക്കുന്നു, അതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത്, ക്യാഷ് എവിടെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഫ്ലോ ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ക്യാഷ് അക്കൗണ്ട് വഴി സാധിക്കും. സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ ഏതൊക്കെ സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, എങ്ങനെ ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഈ ലെഡ്ജർ അക്കൗണ്ട് വഴി സാധിക്കും. എൻട്രീസ് ഫ്രം ദി ജനറൽ ജേർണൽ ആർ ട്രാൻസ്ഫേർഡ് ഇൻ ടു ദി അപ്രോപ്രിയേറ്റ് അക്കൗണ്ട്സ് ഇൻ ദി ജനറൽ ലെഡ്ജർ. ജേർണലിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം അതിന്റെ റെലവെന്റ് ആയിട്ടുള്ള ലെഡ്ജർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദിസ് സ്റ്റെപ്പ് അപ്ഡേറ്റ്സ് അക്കൗണ്ട് ബാലൻസസ് ആൻഡ് പ്രിപ്പയർസ് ദം ഫോർ ഫർദർ പ്രോസസിംഗ്. അക്കൗണ്ട് ബാലൻസുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓരോ അക്കൗണ്ടിലും എന്താണ് നമ്മളുടെ കറന്റ് പൊസിഷൻ എത്രയാണ്, എത്രമാത്രം ബാലൻസ് ഉണ്ട് എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന അരിത്തമെറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ. സോ ഓൾറെഡി ജേർണൽ ക്രിയേറ്റ് ചെയ്തു, ദെൻ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓരോ ലെഡ്ജർ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ എടുത്തിട്ടാണ് ട്രയൽ ബാലൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതിയിരിക്കുന്ന ആ ഫിഗർ എടുക്കുന്നു. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെങ്കിൽ ബാലൻസ് ക്യാരി ഡൗൺ 2000 ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് 2000 നമ്മൾ ലെഡ്ജറിൽ കാണിക്കുന്നു, ട്രയൽ ബാലൻസ് കാണിക്കുന്നു. അങ്ങനെ നമ്മൾ ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡെബിറ്റും ക്രെഡിറ്റും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആക്യുറേറ്റ്ലി നമ്മൾ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്തു എന്നാണ് മീനിങ്. മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ എവിടെയോ ഒരു ഒമിഷൻ ഹാപ്പൻ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയാണ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പർപ്പസ് എന്താണ്? അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ട്രയൽ ബാലൻസിന്റെ പർപ്പസ്. എന്തെങ്കിലും രീതിയിലുള്ള ഡിസ്ക്രിപ്പൻസീസ് ഹാപ്പൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യണം. അതിനാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ മെയ്ഡ് ടു അക്കൗണ്ട് ഫോർ അക്രൂഡ് റവന്യൂ. അതായത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഐറ്റംസ് കൂടാതെ ചിലപ്പോൾ അക്രൂഡ് എക്സ്പെൻസസ് ഉണ്ടാകാം, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകളോ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകംസോ
അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ട്, അൺഎയിൻഡ് റവന്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദീസ് എൻട്രീസ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആക്യുറേറ്റ്ലി റിഫ്ലക്ട് ദി കമ്പനീസ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ്. ജേർണലൈസ് ചെയ്തപ്പോൾ നമ്മൾ ഈ എൻട്രീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, പകരം പിന്നീട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത അഡ്ജസ്റ്റ്മെന്റ്സ് ആണിവ. അപ്പൊ ഈ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് കൂടെ കൊടുത്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഫിഗർ എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ നമ്മളുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എത്രയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് എത്രയാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി we have to give these entries to. അതിനാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കൊടുക്കുന്നത്. ദെൻ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് കൊടുത്തതിന് ശേഷം ഡിഫറെന്റ് അക്കൗണ്ടുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അക്കൗണ്ടുകളുടെ ബാലൻസുകൾ മാറും. ബിക്കോസ് ഓഫ് ഇപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐറ്റം വരുവാണെങ്കിൽ സാലറീസിനകത്ത് ആ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി കൂടി ഇൻക്ലൂഡ് ചെയ്യണം. എന്നിട്ട് വേണം ആ മാറ്റം എത്രയാണോ ആ മാറ്റം വെച്ചിട്ടാണ് നെറ്റ് ഫിഗർ, യഥാർത്ഥത്തിലുള്ള ഫിഗർ എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ആയിരിക്കും പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. സോ ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ന്യൂ ട്രയൽ ബാലൻസ് ഇസ് പ്രിപ്പയർഡ് ടു വെരിഫൈ ദി ഡെബിറ്റ് സ്റ്റിൽ ഈക്വൽ ക്രെഡിറ്റ്. സോ അഡ്ജസ്റ്റിംഗ് എൻട്രീസിന് മുമ്പുള്ള ട്രയൽ ബാലൻസിൽ നിന്നും അതിനുശേഷം നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തി. ആ അഡ്ജസ്റ്റ്മെന്റ്സ് നടത്തിയതിനു ശേഷം ഇപ്പോഴും ഡെബിറ്റും ക്രെഡിറ്റും ഈക്വൽ ആണോ എന്ന് അറിയണം. ആ ഒരു പർപ്പസിന് വേണ്ടിയാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അഗെയിൻ അരിത്തമെറ്റിക്കൽ ആക്യുറസി, അതായത് ഈ അഡ്ജസ്റ്റ്മെന്റ്സിനും ഡ്യുവൽ ആസ്പെക്ട് നമ്മൾ കൊടുക്കണം. രണ്ട് സൈഡിലും വന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. ഒരു ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവൂ. സോ അത് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രയൽ ബാലൻസ് മാച്ച് ആകും. ഓക്കെ, അതിനാണ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യാൻ. ദെൻ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഇൻക്ലൂഡിംഗ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയാം, ആൻഡ് ബാലൻസ് ഷീറ്റ്. അതുകൂടാതെ ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആർ ജനറേറ്റഡ് യൂസിംഗ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫൈനൽ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ട് വി വിൽ ക്രിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് വേണമെങ്കിൽ അതും നമുക്ക് ആ ബേസ് ചെയ്ത് ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാം. So this statement provides insights into company's financial performance and position. ഇപ്പോൾ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതേസമയം ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, ലൈക്ക് കമ്പനിയുടെ ലിക്വിഡിറ്റി എങ്ങനെയാണ്, സോൾവൻസി എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ബാലൻസ് ഷീറ്റ് നോക്കാം. ഓക്കെ, ആ രീതിയിൽ നമുക്ക് കമ്പനിയുടെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇൻകം സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ്. ദെൻ ക്ലോസിംഗ് എൻട്രീസ്. ടെമ്പററി അക്കൗണ്ട്സ് ലൈക്ക് റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് ആർ ക്ലോസ്ഡ് ടു ഇൻകം സമ്മറി അക്കൗണ്ട്. അതായത് നമ്മൾ താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഓരോ അക്കൗണ്ടുകളെ നമ്മൾ ക്ലോസ് ചെയ്യണം. അടുത്ത വർഷത്തേക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത വർഷത്തേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. അതിനെയാണ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. സോ വിച്ച് ഈസ് ദെൻ ക്ലോസ്ഡ് ടു റീറ്റെയിൻഡ് ഏർണിങ്സ് അക്കൗണ്ട്. ടെമ്പററി അക്കൗണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് അടുത്ത വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പർപ്പസ് അല്ലാതെ നമ്മൾ ചില താൽക്കാലികമായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീറ്റെയിൻഡ് ഏർണിങ്സ് ഒക്കെ ആയി മാറ്റും. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലോസിംഗ് എൻട്രിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. സോ ദിസ് പ്രോസസ് റീസെറ്റ്സ് ദീസ് അക്കൗണ്ട്സ് ഫോർ ദി നെക്സ്റ്റ് അക്കൗണ്ടിംഗ് പീരീഡ്. അതായത് ഓരോ അക്കൗണ്ടുകളിലെയും ആ ഇയർ എൻഡിലുള്ള ബാലൻസുകൾ അടുത്ത അക്കൗണ്ടിംഗ് പീരീഡിലേക്ക് ഇവിടെ നിന്ന് നമ്മൾ ക്ലോസ് ചെയ്യുന്നു, ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ദെൻ അടുത്ത വർഷത്തിൽ നമ്മൾ അത് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ക്ലോസിംഗ് എൻട്രീസ് വഴി സാധിക്കുന്നത്. ഇയർ എൻഡിലെ ബാലൻസുകൾ നെക്സ്റ്റ് ഇയറിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ക്ലോസിംഗ് എൻട്രീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ്. ക്ലോസിംഗ് എൻട്രീസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും അരിത്തമാറ്റിക്കൽ ആക്യുറസി ചെക്ക് ചെയ്യണമെങ്കിൽ പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. After closing entries, a post-closing trial balance is prepared to confirm that only permanent accounts like asset, liabilities, and equity have non-zero balances. അതായത് തന്നിരിക്കുന്ന എല്ലാ എക്സ്പെൻസുകളെയും പ്രോഫിറ്റുകളെയും നമ്മൾ നള്ളിഫൈ ചെയ്തു, എക്സ്പെൻസുകളെയും ലോസസെയും നമ്മൾ സീറോ ആക്കി. അതിനുവേണ്ടിയാണ് ക്ലോസിംഗ് എൻട്രീസ് കൊടുത്തത്. ക്യാരി ഫോർവേഡ്, ബ്രോഡ് ഫോർവേഡ്, ആ ഒരു കൺസെപ്റ്റ് വഴി ഓരോ അക്കൗണ്ടുകളുടെയും എൻഡ് നമ്മൾ നള്ളിഫൈ ചെയ്യുകയാണ്, സീറോ ആക്കി മാറ്റുകയാണ്. അതിനുശേഷം നമ്മുടെ അസറ്റുകളിൽ മാത്രമേ ബാലൻസ് ഉണ്ടാവൂ, അസറ്റ്, ലൈബിലിറ്റി ആൻഡ് ഇക്വിറ്റി. ബിക്കോസ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഐറ്റംസിന് മാത്രമായിരിക്കും വാല്യൂ ഉണ്ടാകുന്നത്. ബാക്കിയുള്ള എല്ലാ അക്കൗണ്ടുകളും സീറോ ആയിട്ടായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ ചെയ്യുന്നതാണ്. ബിക്കോസ് നമ്മൾ അവിടെ ക്ലോസിംഗ് എൻട്രി കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ മീനിങ് ഇതാണ്, രണ്ട് സൈഡും മാച്ച് ചെയ്യുന്നു. രണ്ട് സൈഡും ഈക്വൽ ആക്കിയല്ലേ ഓരോ അക്കൗണ്ടുകളും നമ്മൾ എൻട്രി ക്ലോസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലെയും വാല്യൂ സെയിം ആയിരിക്കും, ടോട്ടൽ സെയിം ആയിരിക്കും. ടോട്ടൽ സെയിം ആയിട്ട്
ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതുന്ന ആ ഫിഗറാണ് ക്ലോസിംഗ് എൻട്രി യഥാർത്ഥത്തിൽ. അവിടെ നമ്മൾ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് ഇയറിലേക്ക് ആ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്യുന്നു. ഈ ഒരു കൺസെപ്റ്റ് വഴി നമുക്ക് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബാക്കിയുള്ള അക്കൗണ്ടുകളിൽ കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. ഓരോ സ്റ്റേജുകളിലും നമുക്ക് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാം. അത് ക്ലോസിംഗ് എൻട്രി കൊടുത്തതിന് ശേഷം സാധിക്കും, അഡ്ജസ്റ്റ്മെന്റ് എൻട്രി കൊടുത്തതിന് ശേഷം സാധിക്കും. അങ്ങനെ ട്രയൽ ബാലൻസുകൾ ചെക്ക് ചെയ്യുന്നത് വഴി അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ടെന്ന് എൻഷുർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി സ്റ്റേജസ്. ഇതിനെയാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറഞ്ഞത്. എന്തൊക്കെ സ്റ്റേജുകൾ വരുന്നുണ്ടോ? ഒന്ന് ഐഡന്റിഫൈങ് ട്രാൻസാക്ഷൻസ്, രണ്ടാമതായിട്ട് ഈ ട്രാൻസാക്ഷൻസിനെ നമ്മൾ ജേർണലൈസ് ചെയ്യുന്നു. ദെൻ പോസ്റ്റിംഗ്, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ദെൻ ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, അഡ്ജസ്റ്റിംഗ് എൻട്രീസ് പ്രൊവൈഡ് ചെയ്യുക, അതിനുശേഷം അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നു, ക്ലോസിംഗ് എൻട്രീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പോസ്റ്റ് ക്ലോസിംഗ് ട്രയൽ ബാലൻസ്. ദീസ് ആർ ദി ഡിഫറെന്റ് സ്റ്റേജസ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് സ്റ്റേജസ് ആണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. റിലേറ്റഡ് ആയിട്ടുള്ള ഒരു MCQ ഞാൻ ഷെയർ ചെയ്യാം, അത് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യണം. സോ ഇന്നലത്തെ MCQ എല്ലാവരും ചെയ്തെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് പേപ്പർ 2മായി ബന്ധപ്പെട്ട അക്കൗണ്ടിങ്ങിന്റെ ഒരു MCQ ഞാൻ ഇപ്പൊ തന്നെ ഷെയർ ചെയ്യാം, അത് എല്ലാവരും ചെയ്യുക. ഇതിന്റെ മെറ്റീരിയൽ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഫോളോ ചെയ്യുക, ഒന്ന് പഠിച്ച് പോവുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഓരോ ദിവസവും ഡിസ്കസ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു എവരിവൺ. ബൈ.